ഇറാന്റെ ഭൂഗർഭ അറകൾ ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെ അതിജീവിക്കാൻ പർവ്വതങ്ങൾക്കിടയിൽ നിർമ്മിച്ച വിപുലമായ ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങളാണ്. നൂറുകണക്കിന് മീറ്റർ ആഴത്തിൽ നൂതന സാങ്കേതിക വിദ്യയോടെ നിർമ്മിച്ചിരിക്കുന്ന ഈ കേന്ദ്രങ്ങളിൽ ബാലിസ്റ്റിക് മിസൈലുകൾ സംഭരിക്കാനും റെയിൽ സംവിധാനത്തിലൂടെ അവയെ ലോഞ്ച് പാഡുകളിലേക്ക് എത്തിക്കാനും ഭൂമിക്കടിയിൽ നിന്ന് തന്നെ വിക്ഷേപിക്കാനും സാധിക്കും. തുരങ്കങ്ങളും സംഭരണശാലകളും വിക്ഷേപണ കേന്ദ്രങ്ങളും അടങ്ങുന്ന വലിയ ഭൂഗർഭ സമുച്ചയമാണ് ഒരു മിസൈൽ നഗരം. വ്യോമാക്രമണങ്ങളിൽ നിന്നും ബങ്കറുകൾ തകർക്കാൻ ശേഷിയുള്ള ബോംബുകളിൽ നിന്നും സംരക്ഷണം നേടുന്നതിനായി പാറ തുരന്നുണ്ടാക്കിയ ഈ തുരങ്കങ്ങളിൽ ചിലതിന് 500 മീറ്റർ വരെ ആഴമുണ്ട്. മിസൈൽ സാങ്കേതികതയിൽ ലോകത്തിലെ മുൻനിരയിൽ തന്നെയാണ് ഇറാൻ. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതികതയിലൂടെ നിർമ്മിച്ച അത്യാധുനിക മിസൈലുകൾ ഇപ്പോഴും ഇറാന്റെ രഹസ്യ തുരങ്കങ്ങളിൽ വിശ്രമിക്കുകയാണ്. ലോകത്തിലെ വൻ സൈനിക ശക്തികൾ 2 എണ്ണം തങ്ങൾക്കെതിരെ രംഗത്തിറങ്ങിയപ്പോഴും ഇറാൻ ഈ മിസൈലുകൾ പുറത്തെടുത്തിട്ടില്ല. അഥവാ യുഎസിനെയും ഇസ്രയേലിനെയും കരാർ സമവായ നീക്കത്തിലെത്തിക്കാൻ ഇറാൻ തങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ ആയുധങ്ങളൊന്നും പുറത്തെടുക്കേണ്ടി വന്നിട്ടില്ല എന്ന് ചുരുക്കം. ഇറാന്റെ മിസൈൽ നഗരങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ സംഭരിക്കാനും തയ്യാറാക്കാനും വിക്ഷേപിക്കാനും വേണ്ടി നിർമ്മിച്ച രഹസ്യ ഭൂഗർഭ സൈനിക താവളങ്ങളുടെ ഒരു ശൃംഖലയാണ്. രാജ്യത്തിന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും അസാധാരണ അതീവ സുരക്ഷയുള്ള കേന്ദ്രങ്ങളാണിവ. പർവ്വതങ്ങൾക്കും മരുഭൂമികൾക്കും അടിയിൽ ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ താവളങ്ങളുടെ ലക്ഷ്യം ഒരു യുദ്ധമുണ്ടായാൽ വ്യോമതാവളങ്ങളോ മറ്റ് സൈനിക കേന്ദ്രങ്ങളോ തകർക്കപ്പെട്ടാലും മിസൈൽ വിക്ഷേപിക്കാനുള്ള ശേഷി ഇറാൻ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തലാണ്. ഈ കേന്ദ്രത്തിൽ ഇറാൻ സൂക്ഷിച്ചിരിക്കുന്ന മിസൈലുകൾ നിരവധിയാണ്. എത്തിമാദ്, ഫത്ത-2, കസം, ബാസിർ തുടങ്ങിയ ഇറാന്റെ വരേണ്യ മിസൈൽ ഭാഗങ്ങൾ ഇതുവരെയും ഈ യുദ്ധത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടില്ല. യുദ്ധം ഏതാണ്ട് 1 മാസമായി തുടരുകയാണ്. ഇപ്പോഴും ഇറാൻ സൈന്യത്തിന് ഇവ ഉപയോഗിക്കേണ്ടതുണ്ടെന്ന് തോന്നിയിട്ടില്ല. ലോകത്തിലെ ഏറ്റവും ഉയർന്ന മിസൈൽ സന്നാഹങ്ങളുള്ള രാജ്യമായിരിക്കും ഇറാൻ എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഇത്രയേറെ മിസൈലുകൾ കൈവശമുണ്ടായിട്ടും വളരെ ശ്രദ്ധാപൂർവമാണ് അവയുടെ പ്രയോഗങ്ങളെല്ലാം. മിസൈൽ നഗരങ്ങളുടെ പ്രധാന നിയന്ത്രണം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിനും അതിന്റെ എറോസ്പേസ് സേനയ്ക്കുമാണ്. കെൻമാൻഷാ, സെനാം പ്രവിശ്യകൾ, പേർഷ്യൻ ഉൾക്കടൽ തീരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെ ഇറാനിലെ പല ഭാഗങ്ങളിലും ഇത്തരം ഭൂഗർഭ സമുച്ചയങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ഈ കേന്ദ്രങ്ങളുടെ കൃത്യമായ എണ്ണവും സ്ഥിതി ചെയ്യുന്നിടങ്ങളും രഹസ്യമാണ്. എന്നാൽ ഇറാനിലുടനീളം ഡസൻ കണക്കിന് താവളങ്ങൾ ഉണ്ടാകാം. തുരങ്കങ്ങളും സംഭരണശാലകളും വിക്ഷേപണ കേന്ദ്രങ്ങളും അടങ്ങുന്ന വലിയ ഭൂഗർഭ സമുച്ചയമാണ് ഒരു മിസൈൽ നഗരം. ഈ കേന്ദ്രങ്ങൾക്കുള്ളിൽ മിസൈലുകൾ സംഭരിക്കുകയും കൂട്ടിയോജിപ്പിക്കുകയും വിക്ഷേപണത്തിന് തയ്യാറാക്കുകയും ചെയ്യുന്ന വിവിധ ഭാഗങ്ങളെ നീളമേറിയ ഇടനാഴികൾ ബന്ധിപ്പിക്കുന്നു. മിസൈൽ വഹിക്കുന്ന ട്രക്കുകൾക്ക് ഈ തുരങ്കങ്ങളിലൂടെ സഞ്ചരിച്ച് പർവ്വത ചെരുവുകളിലോ മരുഭൂമിയിലോ മറഞ്ഞിരിക്കുന്ന വിക്ഷേപണ കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകളെ എത്തിക്കാം. ഇറാന്റെ ഭൂഗർഭ അറകളുടെ പ്രധാന പ്രത്യേകതകൾ നോക്കാം. അഭേദ്യമായ നിർമ്മാണമാണ്. പർവ്വതനിരകൾക്കുള്ളിൽ 50 മുതൽ 100 മീറ്റർ പാറക്കെട്ടുകൾക്ക് താഴെയാണ് ഈ അറകൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് വലിയ ബോംബുകളെ പോലും അതിജീവിക്കാൻ ശേഷിയുള്ളവയാണ്. മിസൈൽ നഗരങ്ങൾ. ഭൂമിക്കടിയിലെ ഈ തുരങ്കങ്ങൾക്കിടയിൽ റെയിൽവേ സംവിധാനമുണ്ട്. ഇത് മിസൈലുകളെ അസംബ്ലി ഹാളുകളിൽ നിന്ന് സംഭരണ സ്ഥലങ്ങളിലേക്കും ലോഞ്ച് വാതിലുകളിലേക്കും മാറ്റുന്നു. ഉയർന്ന പ്രതിരോധം. ലോഞ്ച് വാഹനങ്ങൾ ഭൂഗർഭ ഷാഫ്റ്റുകളിൽ നിന്ന് മിസൈലുകൾ നേരിട്ട് വിക്ഷേപിക്കുന്നു. ഇത് ശത്രുക്കളുടെ വ്യോമാക്രമണത്തിന് വിധേയമാകാത്ത രീതിയിലാണ്. വ്യാപനം. ഇറാനിലെ മിക്കവാറും എല്ലാ പ്രവിശ്യകളിലും നഗരങ്ങളിലും ഇത്തരം മിസൈൽ താവളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുദ്ധതന്ത്രം. US ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ ഈ തുരങ്കങ്ങൾ വലിയ തോതിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ അറകളുടെ പ്രവേശന കവാടങ്ങൾ ശത്രുക്കൾ ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.